ഭൂമി ഓരോ ദിവസം കഴിയുന്നവരും ഇപ്പോൾ വഷളായിട്ട് തീരുകയാണ്. നിങ്ങൾ ചിന്തിക്കാത്ത യുദ്ധങ്ങൾ ഭൂമി മുഴുവനും വ്യാപരിക്കാൻ പോവുകയാണ്. നമ്മുടെ അയൽരാജ്യമായിരിക്കുന്ന വൻ ശക്തിയായിരിക്കുന്ന ചൈന പോലും തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അത് വിഭജിക്കാൻ പോവുകയാണ്. അതേ മിഡിൽ ഈസ്റ്റിൽ പുതിയ രാജ്യങ്ങൾ ഉണ്ടായി വരാൻ പോവുകയാണ്. ഭൂമി യുദ്ധങ്ങൾ കൊണ്ടും യുദ്ധശ്രുതികൾ കൊണ്ടും നിറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഭക്ഷണം കിട്ടാത്ത മഹാദാരിദ്ര്യത്തിലേക്ക് കേരളം കടന്നു പോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമ്പത്തുണ്ടെന്ന് കരുതി അഹങ്കരിക്കാൻ വരട്ടെ. നാളെ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് എന്താണ് കിട്ടാതെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ചവറ്റുകുട്ടയിൽ ഇട്ട് കളയുന്ന ദിവസം നമ്മുടെ സമ്പന്നമായിരിക്കുന്ന കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. എവിടെയും എന്താണ് ദുഃഖങ്ങളും കണ്ണുനീരുകളും നിലവിളികളും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അതികഠിനമായിരിക്കുന്ന വേദനകൾ ഭൂമിയിൽ തിങ്ങി നിറയാൻ പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, 500 വർഷങ്ങൾക്കൊക്കെ മുമ്പേ ആ യൂറോപ്പിലൊക്കെ പ്ലേഗ് പകർന്നു പിടിച്ചിട്ട് അന്ന് കോടിക്കണക്കിന് യൂറോപ്പിൽ 3-2 ഭാഗങ്ങളും അന്ന് ചത്തൊടുങ്ങിപ്പോയി. ആ പ്ലേഗ് ഒക്കെയും ലോകത്തിലേക്ക് മടങ്ങി വരുവാൻ പോവുകയാണ്. പകർച്ചവ്യാധികൾ കൊണ്ട് ഭൂമി നിറയാൻ പോവുകയാണ്. അതേ പ്രിയപ്പെട്ട എങ്ങും അസമാധാനം കൊണ്ട് നിറയാൻ പോവുകയാണ്. അതായത് സ്വന്തം വീട്ടിൽ പോലും സന്തോഷമില്ലാതെ, സമൂഹത്തിൽ സമാധാനമില്ലാതെ, ജാതിയോട് എതിർത്തുകൊണ്ട് ലോകമെങ്ങും എന്താണ് ആയുധങ്ങൾ രക്തം ചൊരിയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കണ്ടെത്തുവാൻ എങ്ങനെ കഴിയും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിലർ എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കരം പിടിച്ച് രക്ഷപ്പെടാമെന്ന് ശ്രമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഭയങ്കരമായിരിക്കുന്ന ആളുകൾ നിങ്ങൾ സമ്പത്തുണ്ടല്ലോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതെല്ലാം വെറും പോഷത്വമായിട്ട് തീരും.